PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 5/2025. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏതാണ്? 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അത് ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. തിരുവനന്തപുരത്താണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബക്രാനങ്കൽ സത്ലജ് നദി. അത് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി. അതും ശരിയാണ്. തെഹരി ഡാം കൃഷ്ണ നദി. അത് തെറ്റാണ്. ഭഗീരഥി നദിയാണ് തെഹരി ഡാം. സർദാർ സരോവർ നർമ്മദ. അതും ശരിയാണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അതാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 2ഉം 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സവർണജാഥ ഇതോടനുബന്ധിച്ച നടന്നതാണ്. അത് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം. അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? 1. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. അതാണ് തെറ്റായിട്ടുള്ളത്. ഇതിൽ രചനകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം തെറ്റാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. അത് തെറ്റാണ്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കൊച്ചി കാക്കനാട്. 2. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. അതും ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാട് എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. തൃശ്ശൂരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. എട്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യും താലീം. അത് ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതും ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 അതും ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ഫിലിപ്പീൻസിലെ മണ്ഡലിയോങ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. നാറ്റോ ബ്രസൽസ്. അത് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇൻ്റർപോൾ ലിയോൺ.
ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. 11ാമത്തെ ചോദ്യം, അസം ഹിമാലയ പർവ്വതത്തിൽ ഉയരം കൂടിയത് ഏതാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നമച്ച ബർവ. 12ാമത്തെ ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കരീവ. 13ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പാച്ച് ഹോൾ മൈനിങ്. 14ാമത് ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത് ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. 16ാമത്തെ ചോദ്യം, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. 17ാമത് ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ കസാൻ, റഷ്യ. 18ാമത്തെ ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. 19ാമത്തെ ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. 20ാമത് ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21. ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 21ാമത് ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 22ാമത് ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2010. 23ാമത് ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കേരളം. 24ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, അതാണ് തെറ്റായിട്ടുള്ളത്. നികുതി നൽകാതിരിക്കുക, അതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 25ാമത് ചോദ്യം, താഴെ പറയുന്നവൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ജരി. അരുൾനൂൽ രചിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളാണ്. 26ാമത് ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ധോളാവീര. 27ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്?
തന്നിരിക്കുന്നത് 1 ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അത് തെറ്റാണ്. ജ്യോതിറാവ് ഫൂലെയാണ് രചിച്ചത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അത് ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതും ശരിയാണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 28ാമത്തെ ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. 29ാമത്തെ ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. 30ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തെലുങ്കാന. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ്. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. 2 സമത്വത്തിനുള്ള അവകാശം. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ഡി, 2 സി, 3 എ, 4 ബി. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. 33ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അത് ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അത് ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതും ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. 65 വയസ്സാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി സുകുമാർ സൺ. 38ാമത്തെ ചോദ്യം, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം.
40-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? തന്നിരിക്കുന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. 41-ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. 42-ാമത് ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബുദ്ധമയൂരി. 43-ാമത് ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ, കബനി. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. 44-ാമത് ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. 45-ാമത് ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വരയാട്. 46-ാമത് ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി, രാമനാട്ടം. 47-ാമത് ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മഞ്ചേശ്വരം പുഴ. 48-ാമത് ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, ചിങ്ങം 1. 49-ാമത് ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നാഫ്ത. 50-ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നീണ്ടകര. 51-ാമത് ചോദ്യം, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. അത് ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. അത് തെറ്റാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത് മലബാർ കർഷക സമരം അന്വേഷിക്കാനാണ്. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അത് ശരിയാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 52-ാമത് ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിഹോൺ ഹിൻഡാൻക്യോ. 53-ാമത് ചോദ്യം, 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. 54-ാമത് ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം. അത് തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്. അതും തെറ്റാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല. അതും തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതികൊമ്മി. അതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 55-ാമത്തെ ചോദ്യം, 2025 പ്രഥമ ഖോ ഖോ
ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 56 ചോദ്യം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57 ചോദ്യം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 58 ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. 59 ചോദ്യം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കൂട്ട്. 60 ചോദ്യം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 61 ചോദ്യം. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. 62 ചോദ്യം. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എല്ലാം ഇൻസിറ്റു കൺസർവേഷനാണ്. ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നിവയ്ക്കാണ് ഇൻസിറ്റു കൺസർവേഷൻ. 63 ചോദ്യം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. 64 ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 65 ചോദ്യം. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ലിപ്പേസ്. 66 ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. വേനൽക്കാല വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് തെറ്റായിട്ടുള്ളത്, കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 67 ചോദ്യം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. തന്നിരിക്കുന്നത് എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. അത് ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അതും ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗമാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ, മലമ്പനി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അതും തെറ്റാണ്. വൈറസ് ആണ് കാരണം ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയക്കും. 1ഉം 2ഉം ശരിയാണ്. 3ഉം 4ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ. 68 ചോദ്യം. ക്യൂണിക്കൾച്ചർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ്. തേനീച്ച വളർത്തലിനെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ പുഴു വളർത്തലിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. മത്സ്യം വളർത്തലിനെ പിസിക്കൾച്ചർ എന്ന് പറയുന്നു. 69 ചോദ്യം. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ,
എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. 70ാമത് ചോദ്യം സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു, അത് തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു, അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിലും കാണുന്നു, അതും ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു, അതാണ് തെറ്റായിട്ടുള്ളത്. 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 71ാമത് ചോദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. 72ാമത് ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. 73ാമത് ചോദ്യം താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ബാക്കലൈറ്റ്. 74ാമത് ചോദ്യം പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. 75ാമത് ചോദ്യം LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടേൻ. 76ാമത് ചോദ്യം പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. 77ാമത് ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. 78ാമത് ചോദ്യം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 79ാമത് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അറ്റോമിക് റിയാക്ടറുകൾ ഗ്രീൻ എനർജി അല്ല. 80ാമത് ചോദ്യം കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.